ഹായ് ഹലോ മച്ചന്മാരെ. ഇന്ന് ഞാൻ ഒരു സിനിമ കണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിവ്യൂ ആയിട്ടാണ് വരുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ തുടരും ലാലേട്ടൻ്റെ അടിപൊളി അടാറ ഐറ്റം മൂവിയാണ് തുടരും. തരുൺ മൂർത്തിയുടെ ഡയറക്ഷനിൽ വന്നേക്കണ പടം ഒരു രക്ഷയിലാട്ടോ. പടം അടിപൊളിയായിട്ട് പടം എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താ പറയുക, ശോഭന, അതുപോലെ തന്നെ മണിയമ്പിള്ള രാജു, നമ്മുടെ കുതിരോട്ടം പപ്പു ചേട്ടൻ്റെ മോൻ ബിനു പപ്പു, പിന്നെ അതിൽ മെയിൻ വില്ലനായിട്ട് വന്നേക്കുന്ന പ്രകാശ് വർമ്മ. ഇതിലെ മെയിൻ വില്ലൻ കഥാപാത്രമായിട്ടുള്ള പ്രകാശ് വർമ്മയുടെ ബയോഗ്രാഫി നോക്കിയപ്പോൾ അതിൽ നിന്നൊരു സംഭവം കിട്ടി. അത് വേറെ ഒന്നല്ല, നമ്മുടെ വോഡാഫോണിൻ്റെ അഡ്വർടൈസിങ് കമ്പനിയിലൊക്കെ ഒരു വലിയ പുള്ളിയായിരുന്നു. അപ്പോൾ ഈ സൂസ് എന്ന് പറഞ്ഞിട്ട് വോഡാഫോണിൻ്റെ ഒക്കെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ലേ, പരസ്യങ്ങൾ കൂടുതലും സൂസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം വെച്ചിട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മെയിൻ ആൾ പുള്ളിയാണ് ഇത് കൊണ്ടുവന്നതൊക്കെ. പുള്ളി ഒരു അഡ്വർടൈസിങ്ങിൻ്റെ ഭാഗമായിട്ട് നിന്നൊരാളാണ്. പിന്നീട് ആളിപ്പോൾ സിനിമയിലേക്ക് വന്നേക്കുന്നത്. എനിക്ക് ആളുടെ അഭിനയത്തിൽ, പിന്നെ ആൾ ചെറിയൊരു മാനറിസം കാര്യങ്ങളൊക്കെ നമ്മുടെ രഞ്ജി പണിക്കറിൻ്റെ ഒക്കെ ആ ഒരു ഇതിൽ പോലെയൊക്കെ തോന്നി നമുക്ക്. മുഴുവനായിട്ട് ആളെന്നല്ല, ആളൊരു മാനറിസം കാര്യങ്ങളൊക്കെ എനിക്ക് അങ്ങനെ തോന്നിയിരുന്നു കേട്ടോ. പക്ഷെ ആളും തകർത്ത് ഒരു രക്ഷയിലാണ്ട് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു താരനിര തന്നെ ഈ സിനിമയിലുണ്ട്. പടം എടുത്തു പറയാമെന്ന് പറയാനായിട്ട് ഡയറക്ഷനൊക്കെ സൂപ്പറാണ്. പിന്നെ നമ്മളാ സിനിമയുടെ ഫുള്ളായിട്ട് നമ്മളതിൽ ഇരുത്തി കളയും. അതേപോലെയാണ് പടം എടുത്തു വെച്ചേക്കുന്നത്. എന്താ പറയുക, ലാലേട്ടൻ, നമ്മുടെ പണ്ടത്തെ ലാലേട്ടൻ, അതേ ഒരു കുറവില്ല, അതിലും കൂടുതലായിട്ടാണ് പടത്തിൽ വന്നേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ആൾക്കൊപ്പം നിൽക്കുന്ന ഒരു ഇതിലായിരുന്നു പ്രകാശ് വർമ്മയുടെ വില്ലൻ കഥാപാത്രം വന്നേക്കുന്നത്. നമ്മുടെയൊക്കെ മനസ്സിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദേഷ്യം വരില്ല നമുക്ക്, വില്ലനോടുള്ളൊരു ദേഷ്യം കാര്യങ്ങളൊക്കെ, അത് നമ്മുടെ മനസ്സിൽ ആൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാളുടെ അഭിനയമാണ്, അതാൾ തകർത്തു. പിന്നെ ബാക്കി എല്ലാവരും അതിൽ പടത്തിൽ നല്ല രീതിയിൽ തന്നെ അവരുടെ പെർഫോമൻസ്, അവരുടേതായ ഭാഗങ്ങളെല്ലാവരും കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു സൂപ്പർ ഹിറ്റ് മൂവി, വലിയ ഹൈപ്പിലൊന്നും ഇല്ലാതെ വന്ന പടമാണ് തുടരുന്നു പറഞ്ഞിട്ട്. പക്ഷേ പടം കണ്ടവർ ഒരാൾ നെഗറ്റീവ് പറയാതെ അത്രയും സൂപ്പറായിട്ട് പടം മുമ്പോട്ട് പോവാണ്. ഇത് എന്താ പറയുക, പടത്തിൽ ഫസ്റ്റ് ഹാഫൊക്കെ നല്ലൊരു, ഞാൻ മുഴുവനായിട്ട് പറയുന്നില്ല, ആ ഒരു നല്ല രസത്തിൽ പോയിട്ട് ലാലേട്ടൻ്റെ ഒരു ഭാവം, അതിൽ കോമഡി കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് കുറേ വരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ടേണിംഗ് പോയിന്റ് അങ്ങോട്ട് ആളുടെ വേറൊരു ഇതിലേക്ക് വരുന്നു. നമുക്ക് പറഞ്ഞ സ്പോയിലറായി പോകും, അതുകൊണ്ടാണ് പറയാത്തത്. ശരിക്കും നമ്മളെ ഇരുത്തിക്കളഞ്ഞുകൊണ്ടിരിക്കും. ശരിക്കും ഉണ്ടല്ലോ, ചില സീനുകളൊക്കെ വരുമ്പോൾ രോമം എണീറ്റ് നിൽക്കും. വിസിലടിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ ഞാൻ തകർത്താനെ. അതേപോലത്തെ സീനുകളുണ്ട് ഇതിൽ. ഫൈറ്റ് സീനായാലും അതേപോലെ ചില സെൻറ്റിമെൻറ്റ്സൊക്കെ വന്നു കഴിഞ്ഞുണ്ടല്ലോ, ശരിക്കും നമുക്ക് വിഷമം, നമ്മൾ കരഞ്ഞു പോവും. അതേപോലത്തെ അതിലെന്താണോ ആ ഡയറക്ടർ നമ്മളോട് പറയാൻ ഉദ്ദേശിച്ചത്, അതേപോലെ തന്നെ ശരിക്കും നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെയാണ് പടം എടുത്ത് വെച്ചേക്കുന്നത്. അപ്പം എല്ലാവരും കാണുക, സൂപ്പർ പടമാണ്. ആർക്കും ഒരു എന്നിട്ട് പറയുക, ഈ പടം കണ്ടുകൊണ്ട് നഷ്ടമായി എന്നുള്ളൊരു അങ്ങനൊരു ചിന്ത ഇതിൽ വരില്ല. അതേപോലെ തന്നെയാണ് പടം എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്.